എൻ്റെ വീട്ടിൽ എപ്പോഴും മുടങ്ങാതെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഉണ്ണിയപ്പം. എപ്പോഴും എനിക്ക് തോന്നി കുറച്ച് ഉണ്ണിയപ്പം ശരിയാക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ കൂടെ കാണിച്ചു തരാമല്ലോ എന്ന് കരുതി. ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരി ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ആ വെള്ളം പറഞ്ഞപ്പോൾ പൊടിച്ചെടുത്തതാണ്. ഇത് പൊടിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ തരിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. തരിയോട് കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. കാരണം തരി മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ തരിക്ക് വേണ്ടിയിട്ട് റവ എന്തെങ്കിലും ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ റവയൊന്നും ചേർക്കണ്ട, ഈ പൊടി ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 സ്പൂണ് മൈദയുടെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് ശർക്കര ഉരുക്കിയതാണിത്. ശർക്കര ഉരുക്കിയതും ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ആദ്യം ഒന്ന് കലക്കിയിട്ട് വേണം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ. ഒരു പപ്പടം വെള്ളത്തിലിട്ട് ഇങ്ങനെ കുതിർത്തെടുത്തതുണ്ട്. ഈ കുതിർത്തെടുത്ത പപ്പടമാണ് ഞാൻ ഇതിൻ്റെ കൂടെ അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യിൽ വറുത്തെടുത്ത കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ആ നെയ്യോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂണ് കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം പൊടിച്ചത്. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു മധുര പലഹാരമാണ് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം എപ്പോഴും നെയ്യിൽ ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മളെപ്പോഴും നെയ്യ് തന്നെ ഒഴിക്കാറില്ല. കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണെങ്കിൽ ഉണ്ണിയപ്പം ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം, ബാക്കി എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എത്ര വേഗം ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണോ ഉണ്ണിയപ്പം നമ്മൾ അതിശയിച്ചു പോകും. അത്ര പെട്ടെന്ന് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് കുറേ മണിക്കൂറുകളൊന്നും നമ്മൾ വെച്ചിരിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് പപ്പടം അരച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണ്ണിയപ്പം ശരിയാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റും ആയിരിക്കും. അതിനാണ് നമ്മൾ പപ്പടം ചേർക്കുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കമത്തി വെച്ച് കൊടുത്താൽ 2 സൈഡ് നമുക്ക് ഒരുപോലെ പൊരിച്ചെടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നുകാർ വരുന്നെന്ന് പറഞ്ഞാലും നമുക്ക് വീട്ടിൽ അരിപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. നമുക്ക് സമയം അധികം ചിലവഴിക്കേണ്ട കാര്യമേ വരുന്നില്ല. അപ്പോൾ ഇതിവിടെ ശരിയായിട്ടുണ്ട്, നമുക്ക് പെറുക്കിയെടുക്കാം. ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് ഇത് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറും ഷേപ്പും ഒക്കെ നോക്കിക്കേ, നല്ല അടിപൊളി ഉണ്ണിയപ്പം. കണ്ടാ, ഇതാ നോക്കൂ, എത്ര വേഗമാണ് നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി കിട്ടിയെന്ന്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഇത് അടിപൊളി ഉണ്ണിയപ്പം. ഇത് നല്ല മയമാണ്. ഇതൊക്കെ പൊട്ടിച്ചെടുത്താൽ കണ്ട ഇങ്ങനെ തന്നെ ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെയും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലൊക്കെ ഉണ്ടാവും, പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്